1200ഓളം രോഗികളെ ഒരേ സമയം കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം, 26 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 4000 കാറുകൾ ഉൾക്കൊള്ളുന്ന വിശാലമായ പാർക്കിംഗ് ഏരിയ, 4 വീതം MRI ലബോറട്ടറി, CT സ്കാനറുകൾ, ആധുനിക സൗകര്യങ്ങളുള്ള അത്യാഹിത വിഭാഗം, ഇങ്ങനെ നീളുന്നു സുറൈൽ നിർമ്മാണത്തിലിരിക്കുന്ന ജാബിർ ആശുപത്രിയുടെ പ്രത്യേകതകൾ. 2010-ൽ നിർമ്മാണം ആരംഭിച്ച ആശുപത്രി 3 വർഷത്തിനുള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് പറയപ്പെട്ടിരുന്നെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാത്തതിനാൽ ആശുപത്രി യാഥാർത്ഥ്യമാകാൻ ഇനിയും 2 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. മുൻ അമീർ ഷെയ്ഖ് ജാബിർ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ നാമധേയത്തിൽ കുവൈത്തിൽ ഉയരുന്ന ആതുരാലയം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലുതും മികച്ചതുമായിരിക്കുമെന്ന് ജലവൈദ്യുത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അബ്ദുൽ അസീസ് ഇബ്രാഹിം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 304 മില്യൺ ദിനാർ ചെലവ് കണക്കാക്കിയ ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും 2015 ഡിസംബറോടെ പൂർത്തിയാക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഇന്ന് കാലത്ത് സ്പീക്കർ മർസൂഖ് അൽഗാനമിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം MP-മാർ ആശുപത്രി സന്ദർശിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ആശുപത്രി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നഴ്സിംഗ് മേഖലയുൾപ്പെടെ നിരവധി തൊഴിലവസരങ്ങളാണ് ഇന്ത്യക്കാരടക്കമുള്ള വിദേശികളെ കാത്തിരിക്കുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി.